ഹലോ നമസ്കാരം, വെൽക്കം ടു സജീസ് ഫ്ലവർ ടൈൽ. നമുക്ക് നല്ലൊരു വിഷു കട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വിഷു കേക്ക് എന്ന് പറയുന്നുണ്ടാക്കും. നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആ രീതി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് പുതിയ നെല്ലാണ്, പുതിയ നെല്ല് കുത്തിയെടുക്കുന്ന അരിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പച്ചരി, 2 ഗ്ലാസ് പച്ചരി നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് അല്പം നേരം സോക്ക് ചെയ്ത് വെച്ചാലും നല്ലതാണ് കേട്ടോ. ആ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നെല്ല് കുത്തിയ അരി നിങ്ങൾക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടി നമ്മൾ ഒരു 1.5 തേങ്ങയുടെ പാലാണ് എടുക്കണം. പാലിൻ്റെ 3/4 പാലുണ്ടെങ്കിൽ 2/4 പാൽ, അത് തിന്നായിട്ടുള്ള പാലെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം 1 ലിറ്റർ 3/4 പാൽ എന്നൊക്കെ പറയില്ല നമ്മൾ, അതായത് തിന്നായിട്ടുള്ള പാൽ, അതായത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള പാലിൻ്റെ അംശം കുറവുള്ളൊരു പാൽ, അതിൽ നമ്മൾ കുക്ക് ചെയ്യുക. ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും കേട്ടോ. കുക്കർ വേണമെങ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം, പക്ഷേ അത് ഇങ്ങനെ തന്നെ ഏകദേശം അരമണിക്കൂർ കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ട്രഡീഷണലായിട്ട് നമ്മൾ ചെയ്ത് തരുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലിൽ അല്പം ഉപ്പിടണം, ഉപ്പ് പിന്നെ ഇട്ടാലും മതി. നന്നായിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. ഇത് സേവറിയാണ്, അതേസമയം നമുക്ക് സ്വീറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ 1/4 പാൽ ഉപയോഗിച്ച് ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2/4 പാൽ ഉപയോഗിക്കുക കേട്ടോ. 2/4 പാൽ ഇത്തിരി കൂടിയും കട്ടി കൂടിയതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്ത വിഷുക്കട്ട, വിഷുവിനാണ് ഇത് പൊതുവെ ഉണ്ടാക്കുന്നത്. അതായത് പുന്നെല്ല് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവം എന്നുള്ള നിലയിൽ പണ്ടൊക്കെ പ്രിയപ്പെട്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതുമ ഇതിലില്ല. പുതിയ തലമുറയ്ക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും നല്ലൊരു ഐറ്റമാണ് തന്നെ. നമ്മൾ കുറച്ച് ഉപ്പും ആഡ് ചെയ്തു കേട്ടോ. വീണ്ടും ഇപ്പോൾ 2/4 പാലും വറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ 3/4 പാലാണ് കഴിഞ്ഞിട്ട് 3/4 പാൽ എടുക്കുമ്പോൾ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ജീരകം, ചെറുജീരകം എന്നൊക്കെ പറയില്ലേ, ക്യൂമിൻ സീഡ്സ്, ഷാലറ്റ്സ്, അതും കൂടി നമ്മളതിൽ ഒന്ന് അരച്ച് ചേർത്താൽ, അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് ഒന്ന് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായി റൈസ് ഒരു 80% നമ്മൾ കുക്കാക്കിയാൽ മതി കേട്ടോ. ഒരു ചെറിയൊരു ബൈറ്റ് നമുക്ക് എപ്പോഴും കിട്ടണം, അതായത് പേസ്റ്റ് ആവണ്ടെന്ന് അർത്ഥം കേട്ടോ. നമ്മുടെ ചോറിനേലും അല്പം കൂടി വേവണം, അതേസമയം വെന്ത് ഉടയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത രീതി ഇതേപോലെയാണ്. ഓപ്പൺ ഫയറിൽ വെച്ചാൽ ആവും. ഏകദേശം നമ്മളൊരു 3 ഇരട്ടി വെള്ളം അല്ലെങ്കിൽ പാല് നമ്മളിതിന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കൂടി തിക്കാവാൻ വേണ്ടിയിട്ട്, ഒരു കേക്ക് സ്റ്റൈലിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം കൂടി നേരം കുക്ക് ചെയ്യും. അല്പം ഓയിലുണ്ട്, നമ്മൾ ഒഴിച്ച പാലിൻ്റെ ഓയിൽ വിടും. അപ്പോൾ സ്റ്റിക്ക് ചെയ്യും. നമ്മൾ ഹലുവയൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു തരത്തിൽ ഹലുവയാണ് കേട്ടോ. അതൊരു റൈസ് ഹലുവ എന്നും നിങ്ങൾക്ക് കളിക്കാം, അല്ലെങ്കിൽ റൈസ് കേക്ക് എന്നും പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കുക്കായി കഴിഞ്ഞു, നല്ല തിക്കായി ഒരു ഹലുവ പരുവത്തിലായതിനു ശേഷം നമ്മൾ ഇല വെട്ടിയിട്ട് നമ്മൾ പരത്തി വയ്ക്കുക. എന്നിട്ട് കേക്ക് പരുവത്തിൽ നമുക്ക് കട്ട് ചെയ്യാവുന്ന രീതിയിൽ എടുക്കുക. തീർച്ചയായും നിങ്ങളായിരുന്നു ഉണ്ടാക്കി നോക്കണം, ഒരു പുതുമയുള്ള ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ് വിഷു കേക്ക്, അല്ലെങ്കിൽ വിഷു കട്ട, അല്ലെങ്കിൽ നമ്മൾ റൈസ് കേക്ക് എന്ന് പറയുന്നതിൽ തെറ്റില്ല കേട്ടോ. ഇംഗ്ലീഷ് വേർഡ് ഒന്നും നോക്കണ്ട. അപ്പോൾ ട്രഡീഷണൽ ഉണ്ടാക്കാവുന്ന ഈസി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, നമ്മുടെ ഇതുപോലുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലുണ്ട്, തീർച്ചയായും കാണുക, എൻജോയ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ. ഇത് സജീസ് ഫ്ലവർ ടൈൽ. എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ കൂടി നേരാണ് കേട്ടോ. ഇത് നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാൻ സിറപ്പ്, ചിലൊരു ജാഗരി, നമ്മുടെ ശർക്കര ഉരുക്കുക, നല്ല കട്ടിൽ ഉരുക്കുക കേട്ടോ. അതിൽ ചിലപ്പോൾ ചുക്ക്, ജീരകം, അല്പം മേലേക്ക് കൂടിയുള്ള പൗഡറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല കട്ടി ഉണ്ടാവണം. അതുപോലെ നമ്മൾ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ 1/4 പാൽ എന്നൊക്കെ പറയില്ല, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സിറപ്പ്, നമ്മുടെ ബട്ടർ സ്കോച്ച് സ്റ്റൈലിലൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ആ സ്റ്റൈലിലൊക്കെ നമുക്ക് ചേർക്കില്ല, നമ്മൾ ബട്ടർ ഒന്നും ഇടില്ല എന്നുള്ളൂ. അപ്പോൾ ഇത് കൂട്ടി ഒരുവിധം മീഡിയം കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈ എക്സ്ട്രാക്റ്റ് നമ്മൾ കൂട്ടി നമ്മുടെ കേക്ക് കഴിക്കുക. അപ്പോൾ നമ്മുടെ വിഷുക്കട്ട അല്ലെങ്കിൽ വിഷു കേക്ക്, റൈസ് കേക്ക് റെഡിയാണ് കേട്ടോ. തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളി രുചിയാണ്. തേങ്ങാപ്പാലിൽ റൈസ് കുക്ക് ചെയ്താൽ ടേസ്റ്റ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യുക റൈസ് കേക്ക്. താങ്ക് യു ടു എവരിബഡി. സജീസ് ഫ്ലവർ ടൈൽ. ബൈ. എൻജോയ് ദ ലൈഫ്.